നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള വൃശ്ചികം രാശിക്കാരുടെ സമ്പൂർണ്ണ ആഴ്ചഫലമാണ്. തൊഴിൽ, ധനം, കുടുംബം, ആരോഗ്യം, പ്രണയം, ബിസിനസ്, വിദ്യാർത്ഥികൾ, വിദേശയോഗം, വഴിപാട്, ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ തുടങ്ങിയ എല്ലാ മേഖലകളും നമുക്ക് വിശദമായി നോക്കാം. ഈ ആഴ്ച വൃശ്ചിക രാശിക്കാർക്ക് ക്ഷമയും ആത്മവിശ്വാസവും പരീക്ഷിക്കപ്പെടുന്ന വാരമാണ്. തുടക്കത്തിൽ ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കാതെ വന്നാലും ആഴ്ചയുടെ മധ്യത്തോടെ അനുകൂലമായ മാറ്റങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് വരുന്നതാണ്. മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ആഗ്രഹത്തിന് വൃശ്ചികം രാശിക്കാർക്ക് തുടക്കം കുറിക്കാൻ അവസരം ലഭിക്കും. ചിലർക്ക് പുതിയ ആളുകളുടെ സഹായം ലഭിക്കുകയും അതിലൂടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച തിരക്കേറിയ ദിവസങ്ങളായിരിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. സർക്കാർ മേഖലയിലുള്ളവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിച്ചേക്കാം. ജോലി മാറാൻ ശ്രമിക്കുന്നവർക്ക് അഭിമുഖത്തിന് വിളി ലഭിച്ചേക്കാം. സഹപ്രവർത്തകരുമായി അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കിയാൽ കൂടുതൽ നേട്ടങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് കൈവരുന്നതാണ്. ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച പുതിയ ഓർഡറുകൾ ലഭിക്കുന്ന പഴയ കുടിശ്ശികയിൽ ചിലത് തിരികെ ഈ വാരം ലഭിക്കും. പുതിയ പങ്കാളിത്തം ആലോചിക്കുന്നവർ എല്ലാ രേഖകളും പരിശോധിച്ച് മാത്രം ഈ വാരം തീരുമാനമെടുക്കേണ്ടതാണ്. ഓൺലൈൻ ബിസിനസ്സുകാർക്ക് ഈ വാരം നല്ല പ്രതികരണം ലഭിക്കും. സാമ്പത്തികമായി ഈ ആഴ്ച വളരെയേറെ ഉയർച്ച വൃശ്ചികം രാശിക്കാർക്ക് കാണുന്നു. അപ്രതീക്ഷിതമായ വരുമാനം ലഭിക്കാൻ ഈ വാരം നിങ്ങൾക്ക് സാധ്യതയുണ്ട്. പഴയ കടബാധ്യതകൾ കുറയ്ക്കാൻ ഈ വാരം നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിച്ചേക്കും. സ്വർണം, ഭൂമി തുടങ്ങിയ നിക്ഷേപങ്ങൾ ആലോചിക്കുന്നവർ വിദഗ്ധരുടെ അഭിപ്രായം ഈ വാരം തേടേണ്ടതാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചാൽ ഈ വാരം നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമാകും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം വൃശ്ചിക രാശിക്കാർക്ക് ഈ വാരമുണ്ടാകും. വീട്ടിൽ ഒരു ശുഭവാർത്ത കേൾക്കാൻ ഈ വാരം നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ദാമ്പത്തിക ജീവിതത്തിലുണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വാരം നിങ്ങൾക്ക് മാറിക്കിട്ടും. മാതാപിതാക്കളുടെ അനുഗ്രഹം ഈ വാരം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും. കുടുംബവുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ഈ വാരം നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. പ്രണയിക്കുന്നവർക്ക് ബന്ധം കൂടുതൽ ശക്തമാകുന്ന വാരമാണ്. തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ വാരം വീട്ടുകാരുടെ പിന്തുണ ലഭിക്കാം. പുതിയ ബന്ധത്തിന് സാധ്യത കാണുന്നവരും ഉണ്ട്. എന്നാൽ വികാരപരമായി എടുത്ത തീരുമാനങ്ങളിൽ വൃശ്ചിക രാശിക്കാർ അല്പം ശ്രദ്ധ കാണിക്കേണ്ടതാണ്. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ വാരം നല്ല പുരോഗതി കാണുന്നു. അധ്യാപകരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാം. ഉയർന്ന പഠനം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഈ വാരം വന്നു ചേരുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ വൃശ്ചികം രാശിക്കാർ ഈ വാരം ചെറിയ ശ്രദ്ധ ആവശ്യമുണ്ട്. ഉറക്കക്കുറവുകൾ, കൂടുതൽ വെള്ളം കുടിക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, ഇവയെല്ലാം നിങ്ങൾ
പാലിക്കേണ്ടതാണ്. തലവേദനയോ ക്ഷീണമോ നിങ്ങൾക്ക് ഈ വാരം അനുഭവപ്പെടാം. സ്ഥിരമായി നടക്കുകയോ ലഘുവായ വ്യായാമം ചെയ്യുകയോ ഈ വാരം വൃശ്ചികം രാശിക്കാർക്ക് ഗുണകരമായി കാണുന്നു. വിദേശ ജോലി, പഠനം എന്നിവ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്ത ലഭിക്കാൻ ഈ വാരം സാധ്യത ഉണ്ട്. രേഖകൾ സമയബന്ധിതമായി ഈ വാരം നിങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഈ വാരം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കരുത്. സാമ്പത്തിക കാര്യങ്ങളിൽ മറ്റുള്ളവരെ ഈ വാരം നിങ്ങൾ അന്ധമായി വിശ്വസിക്കരുത്. വാഹനമോടിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. രഹസ്യകാര്യങ്ങൾ ഈ വാരം നിങ്ങൾ ആരോടും പങ്കുവയ്ക്കാതിരിക്കുക. ചൊവ്വാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തേണ്ടത് ഉത്തമമാണ്. ഭഗവാൻ സുബ്രഹ്മണ്യന് ഈ വാരം പാലഭിഷേകം നടത്താൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഗുണകരമാകും. സാധ്യമെങ്കിൽ ദരിദ്രർക്ക് അന്നദാനവും ഈ വാരം ഗുണം ചെയ്യും. ഓം നമഃശിവായ മന്ത്രം 108 തവണ ഭക്തിയോടെ ജപിക്കുന്നത് ഈ വാരം മനസമാധാനവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ഗുണകരമാകാം. ഭാഗ്യനിറം കടും ചുവപ്പ് അല്ലെങ്കിൽ മറൂൺ. ഭാഗ്യസംഖ്യ 9. ഭാഗ്യദിനം ചൊവ്വാഴ്ച. മൊത്തത്തിൽ നോക്കിയാൽ വൃശ്ചികം രാശിക്കാർക്ക് ഈ ആഴ്ച പരിശ്രമത്തിന് ഫലം ലഭിക്കുകയും തൊഴിൽ, ധനം, കുടുംബം എന്നീ മേഖലയിൽ പുരോഗതിക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു വാരമാണ്. തുടക്കത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടായാലും ആഴ്ചയുടെ രണ്ടാം പകുതി വൃശ്ചികം രാശിക്കാർക്ക് കൂടുതൽ അനുകൂലമായി കാണുന്നു. ക്ഷമയും വിവേകവും കൈവിടാതെ മുന്നോട്ട് പോയാൽ ഈ വാരം നല്ല നേട്ടങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് കൈവരിക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ നക്ഷത്രം കമൻ്റായി രേഖപ്പെടുത്തൂ. ഇത്തരത്തിലുള്ള എല്ലാ ആഴ്ചഫലങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നന്ദി.